ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി വ്ളോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ്. ഒരു വീക്ക് ഡേ വ്ളോഗാണ് ഞാനിന്ന് കാണിക്കുന്നത്. കുട്ടികളുടെ പ്രീ സ്കൂളൊക്കെ തുടങ്ങിയത് കാരണം കുറച്ച് ബിസി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് അധികം വ്ളോഗ്സ് ഒന്നും ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ്സ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഒരു വർക്കിംഗ് ഡേയിലെ വ്ളോഗാണ്. അപ്പോൾ കുട്ടികളെ ഒരുക്കി വിടുന്നതും ഹസ്ബൻഡിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആണെന്നത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കാറുണ്ട്. എണീറ്റ ഉടനെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയം കുട്ടികൾ ഉറങ്ങിയായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ചുടാനായിട്ട് പാനും ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടാണ് വിടുക. അപ്പോൾ എന്തെങ്കിലും കട്ടിയായിട്ട് തന്നെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായത് കാരണം ഓവനിൽ വെച്ചിട്ടാണ് ഫെർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദോശയ്ക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് രാവിലെ മിക്കവാറും ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെയാണ് കൊടുക്കാറ്. മിക്കവാറും അരിയൊക്കെ ഞാൻ തലേദിവസം തന്നെയാണ് വേവിച്ച് വെക്കാറ്. സമയം കിട്ടാത്ത ദിവസങ്ങൾ മാത്രമാണ് രാവിലെ തയ്യാറാക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേവുന്ന അരിയാണ് എടുക്കാറ്. ഒന്നുകിൽ ബസ്മതി അല്ലെങ്കിൽ സോനാ മസൂരി, ഇതിലേതെങ്കിലും ആണ് പെട്ടെന്ന് നമ്മൾ വേവിക്കുമ്പോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ സാധാരണയായിട്ട് പാലക്കാടൻ മട്ട വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡിൽ ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ നമ്മൾ തയ്യാറാക്കുമല്ലോ. കുട്ടികൾക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കൊടുത്തു വിട്ടാൽ 11 മണിയാകുമ്പോൾ അവർ ലഞ്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 2:30 ആകുമ്പോഴത്തേക്ക് സ്നാക്സും കൊടുക്കും. പിന്നെ 3 മണി വരെയാണ് അവരുടെ സ്കൂള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് ചില ദിവസങ്ങളിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഓഫീസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഹസ്ബൻഡിന് ലഞ്ച് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തോരൻ തയ്യാറാക്കുന്നുണ്ട്. ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന തോരനാണ്. നമ്മൾ ബസ്മതി അരി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ദോശയ്ക്ക് സാമ്പാറാണ്. അപ്പോൾ അത് ഞാൻ തലേദിവസം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി രാവിലെ ചെയ്യാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവർ നിർബന്ധം പിടിക്കും. അപ്പോൾ എല്ലാം കൂടെ രാവിലെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പോൾ ചോറിന് ക്യാരറ്റ് തോരൻ, മുട്ട പൊരിച്ചതും സാമ്പാറുമാണ്. അപ്പോൾ അരി നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് അരി ഊറ്റുന്നത്. കുട്ടികൾ ഈ സമയമായപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അവരുടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ കളിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അരി അവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. കുട്ടികൾ നമ്മളുടെ കൂടെ തന്നെ എണീക്കാറുണ്ട്. എണീറ്റതിന് ശേഷം ഒന്നുകിൽ അവർ കളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കരയും, നിർബന്ധമായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല. കുട്ടികളുടെ മൂഡ് ഓരോ ദിവസവും ഓരോന്നായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ആണ് നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മൂഡൊക്കെ നല്ലതാവുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒതുക്കി വെക്കുന്നത്. അല്ലാത്ത സമയം നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ രാവിലെ കുറച്ചൊക്കെ അവർ കളിക്കും. ആ സമയത്താണ് ജോലിയൊക്കെ ചെയ്യാറ്. ചില സമയങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ട് വേണം ജോലി ചെയ്യാൻ. ചില സമയത്ത് 2 പേരും ചെയറൊക്കെ ഇട്ട് കൗണ്ടർ ടോപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തോരൻ ഞാനിവിടെ റെഡിയാക്കാൻ പോവാണ്. രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കുമ്പോൾ കുറച്ചൊക്കെ വയറ്റിൽ ചെല്ലുള്ളൂ. അപ്പോൾ നമ്മൾ കൂടി കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് വിശക്കാതിരിക്കുള്ളൂ. 11 മണിയാകുമ്പോഴാണ് അവരുടെ ഡേ കെയറിലെ ആദ്യത്തെ ലഞ്ച്. അപ്പം അതുവരെ അവർക്ക് വിശക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ട് കൊടുത്തെങ്കിലേ പറ്റൂ. അപ്പോൾ അവർ ഈ കഴിക്കുന്നത് കൂടാതെ അവർ പോകുന്ന സമയത്തും ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടാണ് വിടുന്നത്. അല്ലെങ്കിൽ പാലും കൂടി നന്നായിട്ട് കാച്ചി കൊടുത്തിട്ടാണ് വിടാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ
ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ പാക്ക് ചെയ്ത് വെക്കാറുണ്ട്. സാമ്പാറും ക്യാരറ്റ് തോരനും ഓംലെറ്റുമാണ് ഇന്നത്തെ ലഞ്ച്. അതിനുശേഷം കുട്ടികളെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ കവർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ കുട്ടികളെ കുളിപ്പിച്ചിട്ട് പിന്നെ അവരെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പം 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിക്കണം. മിക്കവാറും വൈകിട്ടാണ് കുളിപ്പിക്കാറ്. ചില ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ മൂഡ് അനുസരിച്ചിട്ടാണ്. ചില ദിവസങ്ങളിൽ രാവിലെയാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഉടുപ്പ് മാറാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഭയങ്കര കുസൃതികളാണ്. നമ്മൾ വിളിച്ചാലൊന്നും അവർ വരില്ല. പിന്നെ നമ്മൾ രണ്ടുപേരെയും ക്രീമൊക്കെ പുരട്ടി രാസനാദിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ രാവിലെ കുളിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് പനിയൊന്നും വരരുത്. അപ്പോൾ രാസനാദിപ്പൊടിയൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ തുടങ്ങി. അപ്പോൾ കുട്ടികളെ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് സ്കൂളിലൊക്കെ വിടുന്നത്. കാരണം അവർ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പാർക്കിൽ കൊണ്ടുപോകും. ക്ലൈമറ്റൊക്കെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും അവർ വെളിയിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ മാക്സിമം കുട്ടികളെ കവർ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വിടുന്നത്. അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് കാരണം കുട്ടികൾക്ക് പനിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വരുമ്പോൾ അത് എനിക്കും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ പ്രീ സ്കൂളിൽ വിട്ടിട്ട് 1 വർഷമെങ്കിലും എടുക്കും അതൊന്ന് അഡ്ജസ്റ്റായി വരാൻ. അപ്പോൾ രണ്ടുപേരെയും ഒരുക്കി എടുക്കുന്നത് തന്നെ ഒരു ചടങ്ങാണ്. ചില സമയങ്ങളിൽ എന്നെ വീട് മുഴുവൻ ഇട്ട് ഓടിക്കാറുണ്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാനായിട്ട്. പിന്നെ അവർക്ക് സ്കൂളിൽ രാവിലെ ഒരുങ്ങി പോകാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ രണ്ടുപേരെയും ഞാനിവിടെ കോട്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. രണ്ടാളും സ്കൂളിൽ സെറ്റിലാകാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം ഇവരുടെ കൂടെ പോയിട്ട് സ്കൂളിൽ പോയിരിക്കുകയുണ്ടായി. ഒരു 9 to 2 o'clock ഞാൻ ഇവരുടെ കൂടെ പോയിരിക്കും. അപ്പോൾ പിന്നെ പതിയെയാണ് ഞാൻ മാറി നിന്നിട്ടാണ് അഡ്ജസ്റ്റ് ആയത്. ഇപ്പോൾ രണ്ടുപേരും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മളിതുപോലെ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഓരോരോ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഓരോരോ വൈറസും കൊണ്ടാണ് മിക്കവാറും ഇപ്പോൾ വരാറുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സ്കൂളിൽ പോകാനും പറ്റാറില്ല. എന്നാലും പോകുമ്പോൾ അവർ നല്ല ഹാപ്പിയാണ്. അവിടെ ചെന്നിട്ട് കുട്ടികളുമായിട്ട് മിങ്കിളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ് ഉള്ളത്. വീട്ടിൽ തന്നെ റൂമിനകത്ത് അടച്ചിരിക്കുമ്പോൾ കുട്ടികൾ ആകെ ബോറടിച്ചിട്ട് ഭയങ്കര കുസൃതിയും ഒക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞാൾ മുത്ത് തനിയാണ് ഷൂ ഇടുന്നത്. പുള്ളിക്കാരി വളരെ കഷ്ടപ്പെട്ടത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇവരെ രണ്ടുപേരും ഞാൻ സ്കൂളിൽ കൊണ്ടുവിടും. ആ സമയം ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഓട്സാണ്. അപ്പോൾ ഓട്സും പാലും ഡ്രൈ ഫ്രൂട്ട്സും പഴമൊക്കെ ഇട്ടിട്ടാണ് രാവിലെ കഴിക്കാറുള്ളത്. കുട്ടികൾക്കും ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഡെയിലി കഴിക്കുമ്പോൾ അവരും അതിൻ്റെ കൂടെ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കട്ടിയായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വിടാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഡ്രസ്സ് അലക്കാറുണ്ട്. അതുപോലെ തന്നെ വീട് തൂത്ത് വൃത്തിയാക്കുക, അങ്ങനെയുള്ള ജോലികൾ, പാത്രം കഴുകലൊക്കെ ആ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. കുട്ടികൾ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ചാനൽ കൂടാതെ ഒരു ബിൻസീസ് കിച്ചൺ
കുക്കിംഗ് ചാനലുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട വീഡിയോസ് എടുക്കൽ, അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഈ സമയത്താണ് ഇപ്പോൾ ചെയ്ത് തീർക്കാറുള്ളത്. അപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളിൽ പോയത് കാരണം കൂടുതൽ സമയം കിട്ടാറുണ്ട്. അപ്പോൾ കൂടുതൽ റെസിപ്പീസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഡെയിലി ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എഡിറ്റിംഗ് വർക്ക്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ജോലികൾ ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്ക് അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ 3 മണിയായിട്ടുണ്ട്. ഇതവരുടെ സ്കൂളാണ്. സ്കൂളിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതൊന്നും കാണിക്കാനത്. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ 11 മണിക്ക് ലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2:30 ആകുമ്പോഴത്തേക്ക് സ്നാക്സ് കൊടുക്കും. അപ്പോൾ സ്നാക്സ് കഴിച്ചിട്ടാണ് അവർ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഇപ്പോൾ ഫോളാണ്, അതായത് ഇലകളെല്ലാം മഞ്ഞിച്ച് പൊഴിയുന്ന ഒരു സീസണാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർക്കിൽ പോയപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ കളി, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണ്. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെ പെട്ടെന്ന് ദിവസം അങ്ങ് തീർന്നു പോവും. പിന്നെ അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ജോലികളും. എല്ലാ ദിവസവും ഒരുപോലെ അല്ല, ഓരോ ദിവസവും ഡിഫറെൻ്റാണ്. കുട്ടികളുടെ മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രീ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കാരണം കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തു വെക്കും. അതുപോലെ തന്നെ എഡിറ്റിംഗ് വർക്ക്സും ഒക്കെ ആ സമയത്താണ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ മാക്സിമം കുട്ടികളുമായിട്ട് ചിലവഴിക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇങ്ങനെയല്ലായിരുന്നു, കുട്ടികൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ രാത്രിയിലും ഒക്കെ ആയിരുന്നു ഇതുപോലെ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ അതാണ് നല്ലൊരു ആശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫോളിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതും എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.